തീർച്ചയായും ആ കാസർഗോട്ടുകാരെ കുറിച്ച് നമുക്ക് കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുണ്ട്. റിസ്വാനാണ് വിശദാംശങ്ങൾ നൽകിയത്. നമ്മൾ ഷഫീഖിലേക്ക് പോവുകയാണ്. കേരളത്തിൽ നിന്ന് പോയ 36 പേർ സുരക്ഷിതരായി ഹോട്ടൽ മുറിയിലെത്തി എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ വാർത്ത. പുലർച്ചെ 2:30 മണിയോടെ നേപ്പാളിലെ ചിത്വാൻ ജില്ലയിലെ ഹോട്ടൽ മുറിയിലാണ് ഇവരെ എത്തിച്ചത്. ഷഫീഖ് നസറുള്ള കാസർഗോട്ട് നിന്ന് അതിൻ്റെ വിശദാംശങ്ങൾ നൽകും. ഷഫീഖ്, ഇന്നലെ തന്നെ അവരുടെ സുരക്ഷിതരാണ് എന്നുള്ള അങ്ങേയറ്റം ആശ്വാസകരമായ വിവരങ്ങളും ദൃശ്യങ്ങളും അവരുടെ പ്രതികരണങ്ങളടക്കം നമുക്ക് ലഭിച്ചത് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതുമാണ്. ഇന്നലെ പുലർച്ചെ 2:30 മണിയോടുകൂടി അവർ ഹോട്ടൽ മുറിയിൽ സുരക്ഷിതമായി എത്തി എന്നുള്ളതും അങ്ങേയറ്റം ആശ്വാസമുണ്ടാക്കുന്ന ഒന്നാണ്. എങ്ങനെയാണ് അവരെ ഹോട്ടൽ മുറിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്? ഇനി നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ എങ്ങനെയാണ്? സൈഫുദ്ദീൻ, ഈ അപകടം നടന്നതിൻ്റെ തൊട്ട് മുൻപ് തന്നെ ഈ പെട്ട മലയാളികളായിരുന്നു. വാഹനത്തിൽ 3 വാഹനങ്ങളിലാണ് ഇവർ. 36 പേരിൽ ഈ തൊട്ടടുത്ത് 3 വാഹനങ്ങളുണ്ടായിരുന്നു. ആ വാഹനങ്ങളുടെ മുമ്പിൽ തന്നെ ഈ പ്രളയം വലിയ നാശനഷ്ടങ്ങൾ വരുത്തിയിരുന്നു. അതിൻ്റെ ദൃക്സാക്ഷികളായിരുന്നു. അവിടെ നിന്ന് നാട്ടുകാരുടെയൊക്കെ സഹായത്തോടെ ഒരു കാട്ടുപാതയിലൂടെയാണ് അവർ യാത്ര തിരിച്ചിരുന്നത്. ഈ കാട്ടുവഴിയിലൂടെ ചെങ്കുത്തായ ഒരു പാതയായിരുന്നു എന്നവർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലായി നിർത്തിയിട്ട് വേണം അവർക്ക് യാത്ര തുടരേണ്ടി വന്നത്. അങ്ങനെ വലിയ ഒരു ദുർഘട യാത്രയായിരുന്നു എന്നവർ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ സുരക്ഷിതരായി അവർ രാത്രി 2:30 മണിയോടുകൂടി അവർ ഹോട്ടൽ മുറിയിൽ എത്തിയിട്ടുണ്ട്. ഈ പല സ്ഥലങ്ങളിലായി അവർക്ക് കാട്ടുവഴികളിലും മലനിരകളിലും ചെങ്കുത്തായ പാതയിലൂടെ ഇറങ്ങി വരുന്ന സമയത്ത് പല സമയങ്ങളിലായി വാഹനം നിർത്തിയിടേണ്ടി വന്നത് ഈ ഇറക്കമായതുകൊണ്ട് പല സന്ദർഭങ്ങളിൽ അവർക്ക് ബ്രേക്ക് തന്നെ ഉപയോഗിക്കേണ്ടി വന്നു. അത് ചൂടായി ഓരോ സ്ഥലത്തും നിർത്തിയിട്ട് അത് തണുത്തതിന് ശേഷം വളരെ പതുക്കെയാണ് അവർക്ക് യാത്ര തുടരാൻ കഴിഞ്ഞത്. അങ്ങനെയാണ് ഏറെ വൈകി ഇന്ന് പുലർച്ചെ 2:30 മണിയോടുകൂടിയാണ് അവർ ഒരു സ്ഥലത്തെത്തി അവിടെ മുറിയെടുത്ത് അവിടെ താമസിക്കുന്നുണ്ട്. അവിടെ നിന്ന് വിശ്രമിച്ചതിന് ശേഷം രാവിലെ 9 മണിയോടുകൂടി അവർക്ക് വീണ്ടും യാത്ര ആരംഭിക്കാനാവും എന്നാണ് മനസ്സിലാവുന്നത്. അതോടുകൂടി അവരുടെ സാധാരണയായി അവർ തിരിച്ചു വരാനുള്ള വിമാനം ബുക്ക് ചെയ്തിരിക്കുന്നത് 29-ാം തീയതിയാണ്. 29-ാം തീയതിയാണ് അവർ നാട്ടിലേക്ക് തിരിച്ചു വരുന്നതിനുള്ള വിമാനം ഉള്ളത്.